തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതാക്കളെ സംരക്ഷിക്കുന്ന ED നിലപാടിനെതിരെ CPIM തിരൂരങ്ങാടി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചെമ്മാട് സംഘടിപ്പിച്ച സായാഹ്ന ധർണ CPIM തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറി തയ്യിൽ അലവി ഉദ്ഘാടനം ചെയ്തു. വിവിധ മണ്ഡലങ്ങൾ ചെലവഴിക്കുന്നതിന് വേണ്ടി BJPയുടെ അഖിലേന്ത്യാ കമ്മിറ്റി കൊടുത്തയച്ചു എന്നുള്ളതാണ്. അഖിലേന്ത്യാ കമ്മിറ്റി കൊടുത്തയച്ചു എന്ന് പറയുമ്പോൾ എന്താ? അഖിലേന്ത്യാ BJPയുടെ കമ്മിറ്റി കയ്യിൽ പണം എത്തുന്ന എവിടുന്ന നമുക്കറിയാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് എതിർപ്പ് കാലങ്ങളിലൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടുണ്ട്. ഈ ബോണ്ടുമായി സംവിധാനമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ബോണ്ട് ഇലക്ഷൻ ബോണ്ടിനകത്ത് വാങ്ങിക്കൂട്ടിയ പണമാണ്. ആ കൊടുക്കുന്ന രംഗത്തിൽ ആരും വ്യത്യാസമില്ലാത്ത എല്ലാ കോർപ്പറേറ്റുകളും കൊടുക്കുന്നുണ്ട്. നമ്മളെ കോൺഗ്രസിന്റെ ഇന്നത്തെ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അളിയൻ മച്ചാൻ കൊടുത്തിട്ടുണ്ട് 254 കോടി രൂപ BJPക്ക്. നമ്മൾ രാഹുൽ ഗാന്ധിയുടെ പെങ്ങള് പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിച്ച് ഇപ്പോഴത്തെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് BJP കൊടുത്ത പണമാണ് 245 കോടി രൂപ. അങ്ങനെ വിവിധ ആളുകൾ കൊടുത്ത ആ പണമെല്ലാം തന്നെ ഇത്തരം BJP തെരഞ്ഞെടുപ്പ് രംഗത്ത് ചെലവഴിക്കുന്നതിന് വേണ്ടിയും കോൺഗ്രസിന്റെ MLA-മാരെയും MP-മാരെയും ഒക്കെ തന്നെ ചാക്കിട്ട് പിടിച്ച് അധികാരമുണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടു പോകുന്ന ശരിയാണ്. അങ്ങനെയാണ് കേരളത്തിനകത്ത് 53.4 കോടി രൂപ കള്ളപ്പണം വന്നു എന്ന് പോലീസ് അന്വേഷണ ഭാഗമായി കണ്ടെത്തിയതിനു വേണ്ടി ഏറ്റവും പ്രധാനമായ പങ്ക് വഹിച്ചത് അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേന്ദ്രനാണ്. ആ സുരേന്ദ്രനാണ് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നത്. എന്നാൽ സുരേന്ദ്രൻ മാത്രമല്ല, BJPയുടെ സംഘടനാ പ്രസിഡന്റ്, സംഘടനാ സെക്രട്ടറി, സംഘടനാപരമായ കാര്യം നിയന്ത്രിക്കുന്ന സെക്രട്ടറി എന്ന രൂപത്തിലുള്ള തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗണേശൻ എന്ന് പറയുന്ന BJPയുടെ നേതാവ് ഇതിന്റെ ഭാഗഭാക്കായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ തിരുവനന്തപുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MP ഇസ്മായിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കസി ഇബ്രാഹിം കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. EP മനോജ്, കമറുദ്ദീൻ കക്കാട്, TP ബാലസുബ്രഹ്മണ്യൻ, KT ദാസൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.